മുതലാളി വിളിച്ചോ? പിന്നെ പാസഞ്ചേഴ്സിന് പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ? അയ്യോ, ഒരു പ്രോബ്ലം ഇല്ല, എല്ലാരും വളരെ ഹാപ്പിയാണ്. ഞാൻ ഇച്ചിരി ബിസിയാണ്. ആയിക്കോട്ടെ. ഇവിടെ ടിക്കറ്റ് എടുത്ത് ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഒരു സീറ്റ് ഒന്ന് കൊടുക്കണേ. ഇദ്ദേഹം ബസിന്റെ മുതലാളിയാണ്. ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് അശാനെ ഒന്ന് എഴുന്നേറ്റ് ഒരു സീറ്റ് പ്ലീസ്. വേണ്ട വേണ്ട, ആരും എണീക്കരുത്. പാസഞ്ചേഴ്സ് ഒറ്റ ആളും എണീക്കരുത് പ്ലീസ്. ആരും എണീക്കരുത്. നീ എന്താ പപ്പ ഈ കാണിക്കുന്നത്? പാസഞ്ചേഴ്സിന്റെ സംതൃപ്തിയാണ് ഓണറായ എന്റെ സംതൃപ്തി. എന്റെ പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള യാതൊരു അസൗകര്യം ഉണ്ടാകാൻ പാടില്ല. പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള അസൗകര്യവും ഉണ്ടാവാൻ പാടില്ല. ഓണർ ഒരു പുതിയ ടയർ ഒന്നും വാങ്ങിട്ടൂടെ? വത്സാ, ഹലോ, ഒന്നിറങ്ങണേ. സ്റ്റെപ്പിന് വരണം, കുറച്ച് ടൈം എടുക്കും. വീലിന്റെ കാറ്റ് പോയി. അയ്യേ, എന്താ വത്സ ഇത്? പുതിയ ഒരു ടയർ വാങ്ങിക്കാൻ പാടില്ലേ? പണം എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാനിപ്പോ ടയറിന്റെ പഞ്ചറിന്റെ അതെ, ഞങ്ങളുടെ കാശ് കിടത്തേ. 5 മിനിറ്റ് 5 നിങ്ങൾ 50 മിനിറ്റ് എടുത്തോ. ഞങ്ങളുടെ കാശ് ഇത് ഏത് കുപ്പത്തൊട്ടിന്ന് പൊക്കിക്കൊണ്ടുവന്ന വണ്ടിയാണോ ആവോ? ഓടുമ്പോ കമ്പക്കെട്ടിന് തീ കൊടുത്ത പോലുള്ള ഒച്ചയും ബഹളും. ഇതുപോലത്തെ തല്ലിപ്പൊളി വണ്ടിയൊക്കെ കത്തിച്ചു കളയാ വേണ്ടത്. ഏത് ദരിദ്രവാസിയാണാവോ ഇതിന്റെ മുതലാളി? ഒരു ഓട്ടം ഓടിക്ക്. പോകുന്ന ആളാ ഇതിന്റെ മുതലാളി. എന്റെ അമ്മേ, പിശാച് കൈ കാണിക്കണു. എന്താ ചാത്തുക്കുട്ടിയുടെ ഇത്? ചവിട്ടിട്ട് കിട്ടിയില്ല. എന്ത് കിട്ടിയില്ല? ചവിട്ടിട്ട് കിട്ടിയില്ല സാർ. Shut up, you killer. Do you want to finish off me, you bloody murderer? അന്ന് ഉത്സവത്തിന് സ്പെഷ്യൽ ഓടിയപ്പോ ഞാൻ കൈ കാണിച്ചിട്ട് നീ ബസ് നിർത്തിയില്ല. ഇന്ന് താൻ എന്നെ കൊല്ലാൻ വന്നു. അറിവില്ലായ്മ കൊണ്ട് ചോദിക്കാണ് സാർ. റോഡിന്റെ നടുവിൽ നിന്നിട്ടാണോ ബസ്സിന് കൈ കാണിക്കുക? Don't try to teach me, beggar. അന്ന് നിർത്താതെ പോയ തന്നെ നിർത്തിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ റോട്ടിൽ കയറി നിന്നത്. സാറേ, എനിക്ക് ഭാര്യയും 4 കുട്ടികളും ഉണ്ട്. സാറ് ചത്തിരുന്നുവെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു സാറ് ചിന്തിച്ചിട്ടുണ്ടാ? അന്ന് നിർത്താതെ പോയത് ഇതേ ഈ മുതലാളി പറഞ്ഞിട്ടാ. അയ്യോ, ഞാനാ എന്നെ ചതിക്കാൻ നോക്കണ്ട. അല്ല സാർ, അന്ന് ഉത്സവം ഈ ഓവർലോഡ്. മനസ്സിലായി. റൂൾ 1131 പ്രകാരമുള്ള കുറ്റമാണത്. And the other day I found the vehicle replenishing fuel tank with passengers inside. റൂൾ 56(2) പ്രകാരമുള്ള കുറ്റമാണത്. സാർ 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 അന്ന് പറഞ്ഞത് മുഴുവൻ വേദവാക്യമായി എടുത്ത് പ്രവർത്തിച്ചവനാണ് ഞാൻ. സാർ ഞാൻ ടയർ റീസോൾ ചെയ്തു സാർ. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ 1000കണക്കിന് രൂപയുടെ മരുന്ന് വാങ്ങിച്ചു വെച്ചു സാർ. കൈക്കൂലി കൊടുക്കൽ എന്നേക്കുമായി ഞാൻ അവസാനിപ്പിച്ചു സാർ. ഇനി കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കാൻ ഞാൻ തന്നെ കണ്ടക്ടറുമായി. ഓഹോ, താൻ കണ്ടക്ടറുമായി അല്ലേ? സാർ. അപ്പൊ സെക്ഷൻ 96 പ്രകാരം തന്നെ ശിക്ഷിക്കാനുള്ള വകുപ്പുമായി. സാർ, യൂണിഫോം ധരിക്കാത്ത തന്റെ ലൈസൻസും ഞാൻ ക്യാൻസൽ ചെയ്യും. മിസ്റ്റർ, അന്ന് ഞാൻ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വണ്ടി 100% ഫിറ്റ് ആണെങ്കിൽ തന്നെയും ഞാൻ വിചാരിച്ചാൽ ഒരു ബസ് ഓണറെ കൊണ്ട് കുത്തുപാള എടുപ്പിക്കാൻ കഴിയും. സാർ, എന്തൊരു കഷ്ടമാണ് സാർ. ഇനി അറിയേണ്ടത് വൈപ്പറിന്റെ കാര്യമാണ്. വൈപ്പർ വർക്ക് ചെയ്യുന്നില്ല സാർ. ഇവിടെ എന്തിനാണ് വൈപ്പർ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? കുംഭവാസം എന്തിനാണ് വൈപ്പർ വർക്ക് ചെയ്യുന്നത്? മഴ സമയത്തല്ലേടോ വൈപ്പർ. ഇപ്പൊ വൈപ്പറിന്റെ ആവശ്യമുണ്ടോ സാർ? എനിക്ക് ആവശ്യമുണ്ട്. ആവശ്യമുണ്ടോ? എന്തിനാ സാർ? പുഴുങ്ങി തിന്നാനാണോ? ഇവിടെ വൈപ്പർ പറിച്ചോണ്ട് കൊടുക്കണോ? ഇയാൾ പുഴുങ്ങി തിന്നട്ടെ. ഇപ്പൊ പേഴ്സണൽ ഇൻസൾട്ട് ആയി. എല്ലാം കൂടെ ചേർത്ത് ഒരു 10,000 രൂപ സാർ അങ്ങ് ചാർജ് ചെയ്യണം. ഞാൻ മുട്ടിഞ്ഞ് കുത്തുവാളയെടുത്ത് തെണ്ടി തിരിഞ്ഞ് അനാഥനായിട്ട് ഇറങ്ങുന്നത് കാണുമ്പോൾ സാർ സമാധാനാവും. ചാർജ് ചെയ്യണം. ഐ എം മുരളീധരൻ, വെരി ഗ്ലാഡ് ടു മീറ്റ്. ഇവിടെ RCM CLNDL ഒക്കെ. ഐ എം മുരളീധരൻ. എത്രയാ ടൈം? ടൈം ഈസ് 10:30 സാർ. സോറി, എന്റെ വാച്ച് 3 മിനിറ്റ് ഫാസ്റ്റ് ആണ്. സാറിന്റെ എത്രയായി? സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെടേണ്ട ടൈമാ ചോദിച്ചത്. 10 മണിയാണ് സാർ. എത്ര ആളുണ്ട് ബസ്സിൽ? ഒരു 40, 45, 50 പേരുണ്ടാവും സാർ. സ്റ്റാൻഡിങ് എത്ര? എല്ലാം കൂടെ ചേർത്താണ് സാർ. അതല്ല, കൂടുതലുണ്ടല്ലോ? ഇല്ല സാർ. ഉണ്ടെങ്കിൽ 65-ൽ കുറയാതെ ഉണ്ട്. ചിലപ്പോ. അപ്പൊ ആദ്യം പറഞ്ഞത് നുണ അല്ലേ? കണ്ടീഷൻ മോശമായി ഇതുപോലുള്ള ഒരു ബസ്സിൽ ഓവർലോഡ് ചെയ്യാൻ സമ്മതിക്കില്ല. സാർ, പുതിയ ബസ്സിന് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് സാർ. അറിയും. ഐ എം ഗൾഫ് മോട്ടോഴ്സ്. അല്ല, ഓണർ ഓഫ് ദ ഗൾഫ് മോട്ടോർ. ഐ വോണ്ട് അലോ എനിബഡി ടു വയലേറ്റ് ദ റൂൾസ്. ടൈം ഷെഡ്യൂൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടോ? അത് പിന്നെ പാർട്ടി പെർമിറ്റ്? അത് നോൺസെൻസ്. കുറെ ആളെയും കയറ്റി ടിക്കറ്റും കൊടുത്ത് അങ്ങ് ഓടുകയാണല്ലേ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് പോലും അർഹതയില്ലാത്ത വണ്ടി, പിന്നെ വയലേഷൻ ഓഫ് പെർമിറ്റ് കണ്ടീഷൻസും. നോ, ഞാൻ സമ്മതിക്കില്ല. സാർ, ഒക്കെ ശരിയാക്കാം സാർ.
സാർ പിന്നെ ഞാൻ ഗൾഫിലായിരുന്നു സാർ. മാറ്. അപ്പൊ NRE അക്കൗണ്ടിൽ എനിക്ക് കേൾക്കണ്ട. രൂപ ടയറൊന്നും റീസോൾവ് ചെയ്തിട്ടില്ല. ഇങ്ങനൊരു വണ്ടി ഓടിയിട്ട് ഇപ്പൊ ഒരു കാര്യമില്ല. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മെഡിസിൻസ് ഉണ്ടോ? ഉണ്ട് സാർ. നല്ല വില കൂടിയ മരുന്നുകൾ വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ലെറ്റ് മീ സീ ഇറ്റ്. മുറിവിൽ മരുന്ന് പറ്റണം. രൂപയ്ക്കാ 50-100 കൊടുത്ത് ഒഴിവാക്ക്. ഇല്ലെങ്കിൽ തൊട്ടതിന് പിടിച്ചതിനൊക്കെ ചാർജ് ചെയ്യും. കണ്ടക്ടർ, സാർ. ഇൻസ്പെക്ടർ ലേശം നീങ്ങ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കൂ. സാർ മെഡിസിൻ കാണും സാർ. തുറക്കാനാ പറഞ്ഞത്. സാർ തുറക്കൂ. ഇതാണോ തന്റെ മെഡിസിൻസ്? സാർ ഇതാണോ തന്റെ മെഡിസിൻസ്? സാർ അതെ സാർ, തൽക്കാലം ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോ വാങ്ങിച്ച് വെക്കാന്ന് കരുതിയാ. തൽക്കാലം സാർ ഇത് വെക്കണം. പോരെങ്കിൽ ഞാൻ സാറിനെ വീട്ടിൽ വന്ന് കാണാം സാർ. പ്ലീസ് പ്ലീസ്. എന്താണോ ഇത്? ഇത് എന്താന്നാ ചോദിച്ചത്? ഇത് ചെറിയൊരു കൈക്കൂലിയാണ് സാർ. വാട്ട് യു മീൻ? ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്നു. It is an insult to all government officials. It is an insult to my department. My dear man, I am not going to leave you. സാർ സാർ ഞാൻ Conductor, സാർ. this vehicle shall not be used in a public place until the vehicle has been passed as fit for use by the authority competent. Okay? സാർ. ആളുകൾ ഇറക്കി വിട്ടോളൂ. Take this vehicle to my office at a speed not exceeding 15 kilometers per hour. ഞാൻ നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. ഒരു അബദ്ധം I പറ്റിപ്പോയതാണ്. don't want to talk to you. I won't allow anybody to violate the rules. Come on. മറ്റ് ചാർജുകൾ എഴുതി തരാം. Come on. കൈക്കൂലി കൊടുത്തതാണ് അബദ്ധമായത്. ഈ ദ്രോഹിയുടെ വാക്ക് കേട്ട് പിന്നെ ഞാൻ മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളികൾ സംസാരിക്കാൻ. ഹംസേ, ബോർഡിന്റെ വലിപ്പം കുറച്ച് കുറഞ്ഞു പോയില്ലേ? ബോർഡ് പിന്നെ ബസിന്റെ അത്ര വലിപ്പുണ്ടാവും. ഒരു ബസിന്റെ ഓഫീസിന് ഈ ബോർഡൊക്കെ തന്നെ ധാരാളം. ഒരു ബസ് ഇപ്പോ നാളെ അത് 4, 10, 50 ഒക്കെ ആയിക്കൊടുന്നില്ലല്ലോ. സഹായിക്കട്ടെ. അതെ. ഈ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ബാക്കി ബസ് ഓണേഴ്സിനെ കൂടെ വിളിക്കായിരുന്നു അല്ലേ? അതൊക്കെ വലിയ ചെലവുള്ള സംഗതിയല്ല. ആ, അതെ. നമുക്ക് നേരെ മട്ടത്തിൽ അങ്ങനെ പോയാ പോരാ. ആ പിന്നെ കണ്ടക്ടർ പണിക്ക് പലരും എന്റെ അടുത്ത് വന്ന് മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആ. ആരെന്നാലും ശരി 10,000 ഉറുപ്പ്യ കുറഞ്ഞ ആരോടും ഡിപ്പോസിറ്റ് വാങ്ങണ്ട. ചേച്ചേ, എന്താ ഹംസ ഈ പറയുന്നത്? പാവം തൊഴിലാളികള്. ഹംസയ്ക്കറിയോ, ഇപ്പോ ഞാനൊരു ബസ് ഓണറാണ്. അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു തൊഴിലാളിയാണ്. ഡിപ്പോസിറ്റ് വാങ്ങിയാല് കണ്ടക്ടേഴ്സിന് ഓണേഴ്സിനോടുള്ള ഈ ആത്മാർത്ഥത കുറയും. ഇനിയെങ്കിലും ഹംസ ഒരു കാര്യം മനസ്സിലാക്കണം. ഏതൊരു കമ്പനിയിലും അതിന്റെ നിലനിൽപ്പ് അവിടുത്തെ തൊഴിലാളികളുടെ ആത്മാർത്ഥതയാണ്. മനസ്സിലായോ? ഞാൻ നാട്ടുകാർക്ക് പറഞ്ഞേ ഉള്ളൂ. ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ തൊഴിലില്ലാതെ അലയുന്നു. ഒരു 50 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാവുന്ന ഒരു കമ്പനിയാക്കി ഇതിനെ മാറ്റണമെന്നാണ് എന്റെ ആഗ്രഹം. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ബസ് വാങ്ങി. എന്റെ പാർട്ടിയേഴ്സിന്റെ മുമ്പ് ഞാൻ നാറി പോട്ടെ. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. അതിൽ നീ തള്ളിക്കളയാണെങ്കിൽ ഇനി ഒരിക്കലും നിന്നെ ഉപദ്രവിക്കില്ല. കുമാരേട്ടൻ അത്രമാത്രം അന്യനായിട്ട് എന്നെ കാണരുത്. കാശും പണമൊന്നുമല്ല. എന്റെ പാർട്ട്നേഴ്സിന് വളരെ വേണ്ടപ്പെട്ട ഒരു ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട്. അവർക്ക് നീ ജോലി കൊടുക്കണം. പറ്റില്ലേ പറഞ്ഞു? അല്ല, ആത്മാർത്ഥതയും കഴിവും ഉള്ളവരാണെങ്കിൽ മിടുക്കന്മാരാണ്. എങ്കിൽ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഡ്രൈവർ എന്ന് പറഞ്ഞാൽ 20 വർഷം കുന്നിലും മലയിലും ട്രക്കോടിച്ച് തഴക്കവും പഴക്കവും വന്ന എക്സ് മിലിറ്ററി ഡ്രൈവർ ചാത്തുട്ടി. അങ്ങേയറ്റം ആത്മാർത്ഥതയും സത്യസന്ധതയും ചുറുചുറുക്കുമുള്ള കണ്ടക്ടർ വത്സൻ. പിന്നെ ദയവ് ഇത് കിളിന്റെ കാര്യം പറയരുത്. അതിന് ഞാനുണ്ട്. ആ പോട്ടെ. റൈറ്റ്. വത്സ, എന്തോ എങ്ങനെയുണ്ട് കളക്ഷൻ? തുടങ്ങുന്ന ദിവസമല്ലേ മുതലാളി? ഏതായാലും മോശം വരില്ലാന്ന് തോന്നുന്നു. ലഗേജ് തീരെ കുറവാണല്ലേ?
അങ്ങോട്ടുള്ള ട്രിപ്പിൽ നല്ല ലഗേജ് ഉണ്ടാവും, ഇങ്ങോട്ട് പിന്നെ നാട്ടുംപുറല്ലേ. ഈ ലഗേജിനൊക്കെ നല്ലോണം ചാർജ് ചെയ്തോളൂ. അതെ, ഒട്ടും കുറയ്ക്കണ്ട. വണ്ടിക്ക് വല്ലാത്ത കുലുക്കുണ്ട്. സെൻട്രൽ ബോൾട്ടിന് ഒരു ഇതുണ്ടോന്നൊരു സംശയമുണ്ട്. ഏത് തകരാറ്? ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ, തൽക്കാലം ഇതിങ്ങനെ ഓടട്ടെ. പുതിയൊരു ബസ്സിനെ ഉടൻ തന്നെ ഞാൻ ബുക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഡ്രൈവറെ സ്പീഡ് തീരെ പോരാട്ടോ. നമ്മളാരാണാവോ? ആരാ? മുതലാളിയുടെ. അല്ലെന്ന് നിങ്ങൾക്ക് വിസിലടിച്ചാ ചെവിടി വെക്കൂലേ? എത്ര വിസിലടിക്കണം തോന്നുന്നു നിർത്തി കിട്ടാൻ? ആവശ്യത്തിനടിച്ചാ കേക്കും. അതെ, ഈ പാസഞ്ചേഴ്സിനോട് നല്ല പെരുമാറ്റമായിരിക്കണം. അത് പിന്നെ ഞങ്ങളോട് പ്രത്യേകിച്ച് പറയണോ? ഞങ്ങൾ നല്ല ബെസ്റ്റ് പെരുമാറ്റം അല്ലേ? പിന്നെ മുരളി, ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ പറഞ്ഞു. അങ്ങോട്ടാണ്ട് വരണേ. ഞാനൊന്നൊരു ടാക്സിക്കാരനെ കണ്ട് ഓടിയില്ലേ, അയാൾക്കൊരു 1500 റുപ്യന്റെ പഴയ ഇടപാടുണ്ട്. എന്ത്? കൊച്ചി കോയമ്പത്തൂരൊക്കെ മുരളിനെ തരുന്ന വകയിലെന്ന്. അതിപ്പോ ഉണ്ടാവോ? നോക്കട്ടെ. ഈ പപ്പം വിശ്വാസിന് എന്തിനാ കൂടെ കൊണ്ട് ഇങ്ങനെ എടുക്കണേ? പാവം. പിന്നെ അല്ല, ഒന്നുമില്ല. അതെ, ഇവിടെ എത്ര സമയം ഹോൾട്ട് ഉണ്ടാവും? ബോൾട്ട് നാളെ കാലത്ത് മാറ്റിയപ്പോ ബോൾട്ട് അല്ല, ഇവിടെ എത്ര സമയം ഹോൾട്ട് ഉണ്ടാവും? പുറപ്പെടുകയായി അല്ലേ? എന്നാ ഞാൻ പോയിക്കോട്ടെ. ഓഫീസിലെ ഒരുപാട് ജോലികളുണ്ട്, പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. പോ. ഓക്കെ, ബൈ. ബൈ. ഒരു ബസ് ഓണർ ആവുകയെന്നൊക്കെ വെച്ചാ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെയാ അല്ലേ മുരളിയേട്ടാ? എന്താ ഇത്ര സംശയം? നമ്മുടെ കണ്ണ് എല്ലായിടത്തും ചെല്ലണം. ഞാൻ പിന്നെ ഗൾഫിലൊക്കെ ആയിരുന്നോണ്ട് ഈ ഓഫീസിന്റെ ഇത്, ഈ ടാക്സ് മീറ്റിംഗ്, അതിലൊക്കെ നല്ല ഇതാണ്. ഇനിയിപ്പോ മധുരയിലൊന്ന് പോണം പുതിയ ബസ് എടുക്കാൻ. അപ്പൊ ഞാൻ മധുരയിൽ പോകുന്ന സമയത്ത് ഈ ഓഫീസ് ആര് നോക്കുന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ. ഞാനുണ്ടല്ലോ. മുതലാളി ഉണ്ടോ? ഗൾഫ് മോട്ടോഴ്സിന്റെ മുതലാളി? യെസ്, മുതലാളി. അതെ, ഞാൻ തന്നെയാണ്. നമസ്കാരം. യെസ്. എന്റെ വീട് അമ്പലക്കടവിലാണ് സർ. ഓ, നമ്മുടെ ബസ് ഹോൾട്ട് ചെയ്യുന്ന സ്ഥലം. അതെ. ഞങ്ങളുടെ പുതിയ ബസ് വളരെ താമസിയാതെ തന്നെ ആ റൂട്ടിൽ ഓടി തുടങ്ങും. തൽക്കാലം പഴയ ബസ്. പാസഞ്ചേഴ്സ് നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കണം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസസ്. ഞാനിവിടെ കോപ്പറേറ്റീവ് പ്രസിൽ അപ്രന്റീസാ. ചെറിയൊരു സ്റ്റൈപ്പൻഡ് കിട്ടും. അത് ഒന്നിനും തികയുന്നില്ല. ആദ്യത്തെ മുതലാളി എനിക്ക് കൺസെഷൻ തന്നിരുന്നു. ഇപ്പോഴത്തെ കണ്ടക്ടർ അത് അനുവദിച്ചില്ല. കണ്ടക്ടർമാരുടെ സ്വന്തം ഇഷ്ടത്തിനൊക്കെ ചെയ്യാനേ ഈ മുതലാളി സമ്മതിക്കത്തില്ല. എനിക്ക് ഹാഫ് കൺസെഷന് വേണ്ടി ഒരു പാസ് എഴുതി തന്നാ വലിയ ഉപകാരമായിരിക്കും. പാസ് പറ്റില്ല. നിങ്ങൾ വിദ്യാർത്ഥിയൊന്നുമല്ലല്ലോ, ആണോ? ഞാൻ പ്രിന്റിംഗ് പഠിക്കാണ്. ഈ പ്രസി ജോലി ചെയ്യുന്നവരും ബാങ്കിൽ പണിയെടുക്കുന്നവരൊക്കെ പാസ് ചോദിച്ചാലേ നാ പിന്നെ എല്ലാവർക്കും പാസ് കൊടുക്കേണ്ടി വരുമല്ലോ, അല്ലേ? കറക്റ്റ്. ഇപ്പൊ ഡീസലിന് എന്താ വില? സ്പെയർ പാർട്സിന് എന്താ വില? ഓയിലിന് എന്താ വില? അതെ അതെ. അപ്രന്റീസ് എന്ന് വെച്ചാ സ്റ്റുഡന്റ് തന്നെയാണ്. ഒന്നും പറയണ്ട, ബസ്സിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, അതിനു മുമ്പേ തുടങ്ങി. മുതലാളിയാണെങ്കിൽ പല പല ബിസിയാ. യെസ്, പുതിയ ബുക്ക് അല്ല, പുതിയ ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടി മധുരയിൽ പോണം. പിന്നെ കളക്ടറേറ്റ്, RTO ഓഫീസ്, പിന്നെ വേറെ ചില ആൾക്കാരെ കാണാനുണ്ട്. അങ്ങനെ വളരെ ബിസിയാണ്. നിങ്ങളൊന്ന് പോയി തന്നെ. ബഹളം വയ്ക്കൊന്നും വേണ്ട. ഞാൻ പിടിച്ചു പറിക്കാനും കക്കാനും വന്നൊന്നും അല്ലല്ലോ. പറ്റില്ലെങ്കിൽ അത് പറഞ്ഞ മതി. പറ്റില്ല. അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് കണ്ടു. ഒരു തുക്കട ബസ്സും തുക്കട മുതലാളി. ഈ കുട്ടി എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഒരു പാസ് കൊടുക്കാമായിരുന്നല്ലേ? മുരളിയേട്ടന്റെ മനസ്സ് പെട്ടെന്ന് അലിയുന്നതാ. ബിസിനസിന് അത് പറ്റില്ല. ഒരു മുതലാളിക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു ഗൗരവം വേണ്ടേ? ലഗേജ് ഉണ്ടാവോ മോളില്? അത് എന്റെ ഒരു സ്വന്തം ചാക്ക. ബാക്കി കിട്ടിയില്ലേ? എന്തൊരു അക്രമം നോക്കി. വെറുതെ ഒരു മനുഷ്യർ ടാക്സി എടുത്തിന്റെ പിന്നാലെ എടുക്ക. നമ്മൾ എന്തായാലും കൊണ്ട് ആകാശത്ത് പറക്കാൻ പോവാ. ആഗ്രഹം ഉണ്ടാവില്ല ചാത്തു പിടിച്ചാ. ചാത്തുകുട്ടി, നല്ല ലോഡ് ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഞാൻ പല പല ജംഗ്ഷനിലും ടാക്സിയിൽ നോക്കായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഗൾഫ് മോട്ടോഴ്സിന് ജനങ്ങളുടെ ശ്രദ്ധ പിടിക്കാൻ കഴിഞ്ഞു. കളക്ഷൻ എങ്ങനെ?
ലോഡ് ഉണ്ടായിരുന്നു, പക്ഷെ അധികവും സ്റ്റുഡൻസും പോലീസുകാരും RTO ഓഫീസിലെ ജീവനക്കാരും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് കളക്ഷൻ അല്ല, എന്നാലും മൊത്തം കളക്ഷൻ ഒരു 10,000 കവിയല്ലോ. ഈ എന്തിനാണ്ട് ഇതൊക്കെ അന്വേഷിച്ചെടുക്കണ്? അതിന് വേറെ അല്ല ഇവിടെ. മുരളി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്താ? ഈ ടാക്സി മുടിച്ച് നാട് മുഴുവൻ ചീറ്റിട്ട് എന്താ കാര്യം? ഈ ബസിന്റെ കളക്ഷൻ മുഴുവൻ കാറിന് കൊടുക്കേണ്ടി വരുമല്ലോ. ഒന്നുമില്ല, ഇന്ന് ഉദ്ഘാടന ദിവസം ആയതുകൊണ്ട് എടുത്തല്ലേ. നാളെ മുതൽ എല്ലാ ട്രിപ്പിലും ബസ്സിൽ ഞാനുണ്ടാവും. ഞാനും. ഈ ഓണറും പാസഞ്ചേഴ്സും തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നത് എപ്പോഴും നല്ലതാ. അല്ലേ വത്സ? അതെ അതെ. ഓ, ബസ്സാണല്ലേ? ഹലോ ഹലോ, അത് വേണ്ട കേട്ടോ. ആര് പറഞ്ഞിടാ മനുഷ്യന് മാർഗതടസ്സം സൃഷ്ടിക്കാൻ ബസ് ഇവിടെ കൊണ്ടിടാൻ? നാളെ മുതൽ ബസ് ഇവിടെ കൊണ്ടിട്ട ഞാൻ അതിനെ ഇടിച്ച് തല്ലിപ്പൊളിയാക്കും. നോക്കിക്കോ, ഞാൻ ആരാണെന്നറിയാവോടാ? ഞാനിവിടെ വന്നേ പിന്നെ വെട്ടാക്കുളം വെട്ടിച്ച്, ഞാനിവിടെ വന്നേ പിന്നെ ഈ നാട് അത്ര സുഖകരമാണെന്ന് തോന്നുന്നില്ലല്ലോ. അയ്യോ ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല, എല്ലാരും വളരെ ഹാപ്പിയാണ്. ദേ കണ്ടില്ലേ? എന്താപ്പാ അത്? എന്താണെന്ന് അറിഞ്ഞില്ല. ഒന്ന് പോയി നോക്ക. അയ്യോ അച്ഛാ, വെള്ളം അടിച്ചോണ്ട് ആരെങ്കിലും കെട്ടിച്ചാടും? പിന്നെ വെള്ളം അടിച്ചോണ്ട് വെള്ളത്തിൽ ചാടാ, പിന്നെ എവിടെ ചാടാനാടൂ? അങ്ങോട്ട് കൊണ്ടുപോകും. അല്ല, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് അങ്ങ് അകത്തോട്ട് എന്താ എന്തുപറ്റി? എന്താ കുഴപ്പമൊന്നുമില്ല, ഇത് ഇയാക്കടെ സ്ഥിരം പതിവാ. കുടിച്ചിലൊക്കെ ഇട്ട് വീട്ടിൽ വരിക, എന്നിട്ട് വഴക്കുണ്ടാക്കുക, പിന്നെ കിണറ്റി ചാടുക. ഇത് ഇയാക്കടെ സ്ഥിരം തൊഴിലാ. സീരിയസ് ആണെങ്കിലേ നമുക്ക് ബസ് എടുക്കാം, ആശുപത്രി കൊണ്ടേ കൊണ്ടുപോകാം. പോടാ പട്ടി, ആരടാ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവാൻ? ചേട്ടാ, ഇനി ചാടിയ ഞങ്ങൾ ആരും വരില്ല. നിന്നെ ഇവിടെ ആരും ക്ഷണിച്ചില്ലല്ലോ, ഒരു ഇടി വെച്ച് കഴിഞ്ഞാൽ. ഇടിക്കും. ഇന്ന് ആരും വന്നില്ലെങ്കിൽ കാണായിരുന്നു. എനിക്കും വയ്യ, അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. നിന്നെ കൊണ്ട് ഞാനും തോറ്റടി. ഈ നാട്ടില് ചാരായ ഷാപ്പ് തുറന്നു വെച്ചിരിക്കുന്ന ജനങ്ങൾക്ക് കുടിക്കാൻ, കുടിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ നീ ആരടി? ദാഹം തീർക്കാനായിരിക്കും ചേട്ടൻ കിണറ്റി ചാടിയത്. അതെ അതെ, ഷാപ്പിൽ തണ്ണിയടി, കിണറ്റി വെള്ളമടി. പോടാ. ഒച്ച വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. മോളെ, ഇയാളെ അകത്ത് കൊണ്ടുപോയിട്ട് വാതിലടക്ക്. മനുഷ്യർക്ക് ഇവിടെ സ്വയമായിട്ട് ജീവിക്കണം. അതെ ചേട്ടാ, എണീറ്റാട്ടാ. നാടകം കണ്ടു കഴിഞ്ഞില്ലേ, ഇനി പൊയ്ക്കൂടെ? പോടാ. മുരളി, നമുക്ക് പോവാം. വരൂ അച്ഛാ, എനിക്ക് സാറിന് എന്താ വേണ്ടേ? ഈ ബസ്സിന് ഒരു വ്യവസ്ഥയിലിടൂ. സമയനിഷ്ഠയില്ല, പണിയെടുപ്പിക്കില്ല. ഇല്ല, ഒന്നും ചെയ്യില്ല. തന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നേക്കുമായി ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. RC ബുക്ക് എടുക്കൂ. RC ബുക്കല്ല, തനിക്ക് മണ്ണാൻ കെട്ടാ. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. ഞാൻ ടയർ റീസോൾ ചെയ്യില്ല, വൈപ്പർ നന്നാക്കില്ല, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്ന് വാങ്ങിച്ചു വെക്കില്ല, ഓവർലോഡ് കയറ്റും. എനിക്ക് തോന്നിയ സമയത്തൊക്കെ വണ്ടി ഓടിക്കും. ഇയാളുടെ ഇഷ്ടമല്ലേ? സൂക്ഷിച്ച് സംസാരിക്കണം. വണ്ടി എടുക്ക. വണ്ടി എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. വണ്ടി എടുക്കാൻ പറഞ്ഞ വണ്ടി എടുക്കണോ? ബിംബമെടുത്തനിക്കൊരു ചാണയായി ഉരയ്ക്കണം, ഇന്ദ്രനെ പിടിച്ചണ്ട തുണിമേകട്ടിയിട്ടടി. ഞാൻ പറഞ്ഞിട്ടില്ല ബസ് ഇവിടെ നിന്ന് മാറ്റിയിടണമെന്ന്. ആര് പറഞ്ഞിട്ടാ ബസ് ഇവിടെ കൊണ്ടിടാൻ? ഒന്ന് പോയേ. അങ്ങനെ ആരാ പറഞ്ഞേ? ഒന്ന് പോയേ. ഈ എവിടെ നാടാ ശബ്ദം? ഇവിടെ ഇവിടെ ഇയാള് ആരാണല്ലോ? ബഹളം വെക്കാതെ ഒന്ന് പോയേ. ബസ് ഇവിടെ എടുത്ത് മാറ്റടാ. മാറ്റടാ ബസ്. രാവിലെ മുതൽ തുടങ്ങിയല്ലേ ഓരോ ശല്യങ്ങള്. ഇതിനൊക്കെ കുതിര കയറാൻ എന്നെ കണ്ടിട്ടുള്ളൂ. ഞാൻ നിന്റെ വേത്തി കയറിയാൻ നീ കുതിരയാവോ? ചേട്ടാ ഒന്ന് പോയേ. ഞാൻ പോയാ നീ കുതിരയാവോ? ഹംസ ഒന്ന് പറഞ്ഞു വിടറോ. ഹംസ മാറ്റി ഞാൻ കുതിരയാവോ? ഒറ്റ വീക്ക് വെച്ചാ കുതിരയാവോ? പോയേ. പാടാ. പോണോ? എന്തായി? എന്തായി? എന്താവാൻ എനിക്ക് തോന്നില്ല. അയാൾ ഇന്ന് എണീക്കുന്നു. ഇത് രാവിലെ വരെ മഞ്ഞുണ്ടാ ചാവാനേ ഉള്ളൂ. മനുഷ്യനെ പേടിപ്പിക്കാടോ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? കയ്യും കാലും തൂക്കി പിടിച്ച് പുരയെ കൊണ്ടിടണം. പുഴയില്ല, അയാളെ വീട്ടിൽ നിന്ന്. എന്നാ താനൊന്ന് പിടിച്ചോണ്ടാക്കണോ? ഇന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. ഒന്നാമത് എനിക്ക് ഈ ബസ് വേണം, രണ്ടാമത് എനിക്ക് ഈ സ്മെല്ലടി പറ്റൂല. രാവിലെ മുതൽ ഓരോ കുരിശുകള്. എണീക്കണോ? ഹംസേ ഒന്ന് പിടിക്കണോ? ഏയ്, നമ്മക്കൊരു ഒറ്റ വാക്കേ ഉള്ളൂ.
പിടിക്കണോ? ആ 5-6 പിടിക്കാനുണ്ടല്ലോ. ആരും ഇല്ല ഇവിടെ? അതെ. അയ്യോ, ഒന്നും ഉണ്ടായില്ല. വഴിയില് തന്നെത്താൻ തലയൊറ്റി വീണു. അപ്പൊ ഞാൻ കണ്ടു. എന്നാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവിടെ കിടന്നോട്ടെന്ന് വിചാരിച്ചാ മതിയായിരുന്നല്ലോ. ഞാനൊരു മനുഷ്യ സ്നേഹത്തിന്റെ പേരിൽ ഇങ്ങ് എടുത്തോണ്ട് വന്നതാ. സഹിക്കാവുന്നതിലും കൂടുതലായി. അച്ഛൻ ഇപ്പൊ ജീവിക്കുന്നത് തന്നെ ഞങ്ങളെ വേദനിപ്പിക്കാനാ. ഏയ്, അങ്ങനെയൊന്നും പറയരുത്. സ്വന്തം അച്ഛനല്ലേ. ഒന്ന് പിടിച്ചകത്ത് കിടന്ന്. അല്ലെങ്കിൽ വേണ്ട ചേട്ടാ, വാ, ഞാൻ കിടത്താം. തലയിടിക്കല്ലേ. നിങ്ങളുടെ ബസ്സിൽ നിന്ന് ഒരു പെണ്ണ് തെറിച്ചു വീണു. ആളുകൾ ബസ് ഇറങ്ങി വെച്ചിരിക്കുക. അവിടെ ആകെ പ്രശ്നം. മുതലാളി വേഗം കൂടി ചെല്ല്. വേഗം ചെല്ലുന്നേ. കൂടി അടിക്കല് ആ ഡ്രൈവറും കണ്ടക്ടറും എങ്ങോട്ടോ ഓടിപ്പോയി. ഞാനാണ് ഈ ബസ്സിന്റെ ഓണർ. ഈ ബസ് കൊണ്ടുണ്ടായ എന്റെ അപകടത്തിനും ഞാൻ ഉത്തരവാദിയാണ്. ഞാൻ ആ സ്ത്രീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോട്ടെ. അവരപ്പൊ തന്നെ ആസ്പത്രി കൊണ്ടുപോയി. എവിടുന്ന് കിട്ടിയോടാ തനിക്ക് തല്ലിപ്പൊളി ബസ്? ആ തല്ലിപ്പുള്ളി ബസ്സൊക്കെയാണ്. ഞാൻ പുതിയൊരു ബസ്സിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോ വരും. ആ ബസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഞാൻ ഈ പാവ മനുഷ്യനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ. തനിക്ക് കിട്ടും. ആ ശരി, ഡ്രൈവർ ഓർഡർ മാറ്റാം. ആ മാറ്റാം. ഒന്ന് ഞാൻ അപ്പോളേ പറഞ്ഞില്ല ഡ്രൈവർക്ക് കണ്ണ് കാണൂലെന്ന്. ഞാൻ വിസൽ അടിച്ചിട്ടാണല്ലോ അയാൾ ബസ് വിട്ടത്. അടിക്കാത്ത വിസലിന്റെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കാതും വർക്ക് ചെയ്യില്ല എന്നല്ല അർത്ഥം. വാ, നിക്ക് നമ്മളെ വണ്ടിയുടെ ഇൻഷൂർ അടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ നഷ്ടപരിഹാരവും നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. എത്ര കൊടുക്കേണ്ടി വരും? മുൻവാതിലൂടെ വീണ് ബാക്കിലെ ടയർ കയറി ഇറങ്ങിയോന്നൊരു സംശയമുണ്ട്. കയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷം കൊടുക്കേണ്ടി വരാന്ന് ദൈവത്തിനെ അറിയുള്ളൂ. ലക്ഷോ? ചുമ്മാ ഇടോ, പേടിപ്പിക്കുന്ന വർത്താനം പറയാതെ. അള്ളാനെ മുരളി, ഞാൻ സത്യം പറയാ. വാ വാ, നമുക്ക് രോഗിനെ കാണാം. ബസ്സിലുണ്ടായിരുന്ന പാഹന്മാരാണ് നിൽക്കുന്നത്. പെണ്ണക്കട്ടിലുള്ളത് തന്നെ. ഈശ്വര, ഇനി ഒറ്റങ്ങൾ നമ്മളെ വേക്കിട്ട് വരുമെന്നുള്ള ആ പേടി. ചുമ്മാ ഇടോ. സിസ്റ്ററെ, ബസ് ആക്സിഡന്റ് ആയിട്ട് വന്ന സ്ത്രീയല്ലേ അത്? അതെ. അപകടം ഉണ്ടോ? കാലിന് ഫ്രാക്ചർ ഉണ്ട്. ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. നിങ്ങളുടെ ആരാ? എന്റെ ഒരു ബന്ധു. നിങ്ങൾ നടന്നോ? വന്നേ. പോലീസ് ഇപ്പൊ എത്തും. ചുമ്മാ ഇരിടോ. പോലീസ് വന്നാ എന്നെ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ. അവര് സത്യം പറഞ്ഞാ കുടുങ്ങിയത് തന്നെ. പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? എങ്ങനെങ്കിലും ആ പെണ്ണിനെ പറഞ്ഞ് ചാക്കിലാക്കണം. ആക്സിഡന്റ് ഉണ്ടായത് അവളുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണെന്ന് അവളെ കൊണ്ട് തന്നെ പോലീസുകാരോട് പറയിപ്പിക്കണം. വാ. വന്നേ. വെളി ആളുകളൊക്കെ പോയി. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പോലീസ് വരുന്നതിന് മുമ്പ് എന്ത് അടവ് പ്രയോഗിച്ചിട്ടെങ്കിലും ആ പെണ്ണിനെ വശത്താക്കണം. ഇനി ഞാൻ ഇവിടെ നിൽക്കണേ അത്ര പന്തിയല്ല. അതായത് അങ്ങനെയാണ്.